ഇപ്പോൾ അടുത്ത കാലത്തെ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സവിശേഷതകളുള്ള ജീവജാലങ്ങളെ കണ്ടിട്ടുണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം കാണുന്ന ഒരു ബാരൽ ലൈഫ് ഫിഷ് എന്ന് പറയുന്നൊരു ഫിഷ് ഉണ്ട്. അതിൻ്റെ തലയോട്ടിയുടെ ഭാഗം മുഴുവൻ ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ അകത്തുള്ള പിന്നെ ബ്രെയിനും മറ്റ് അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻസി അവിടെ ഇത്രയും അടുത്തുള്ള ജീവിക്ക് വന്നതെന്ന് അറിയില്ല എന്നുള്ള. ഈ അടുത്ത കാലത്ത് ഈ യെറ്റി ക്രാബ് എന്നൊക്കെ പറയുന്ന ശരീരത്തിൽ മുഴുവൻ രോമങ്ങളുള്ള ക്രാബിനെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് കണ്ടു. പിന്നെ നമുക്ക് പോംബി വേം എന്ന് പറയുന്നൊരു ജീവി, അത് ഈ നേരത്തെ പറഞ്ഞ കടലിനടിയിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ടല്ലോ, ചൂടുള്ള മേഖല, അവിടെ നിന്ന് കണ്ടുപിടിച്ചാണ്. അതിൻ്റെ ശരീരം മുഴുവൻ രോമമാണ്. അത് രോമങ്ങളാണോ എന്ന് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുമ്പോൾ രോമമല്ല, അത് ബാക്ടീരിയൽ കോളനിയാണ്. ഈ ബാക്ടീരിയൽ കോളനിയാണ് ഇത്രയും ചൂടുള്ള സാഹചര്യത്തിൽ അതിന് ജീവിക്കാനായിട്ട് അനുകൂല സാഹചര്യം ഉണ്ട്. അങ്ങനെ ഓരോന്നും അതിൻ്റെതായ സവിശേഷതകൾ. ബാക്ടീരിയക്ക് ചൂടിനെ അതിജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്ഷൻ അതുകൊണ്ട് ഇതിന് ഈ ജീവിക്ക് വേണ്ടുന്ന ആഹാരം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കീമോസിന്തസിസ് വഴി ബാക്ടീരിയയാണ്. ജീവികളെ കുറിച്ചുള്ള അറിവ് പോലെ തന്നെ നമ്മുടെ ലാൻഡിലാണെങ്കിലും കടലുമായി ബന്ധപ്പെട്ടൊക്കെ സാങ്കല്പിക ജീവികളും ഉണ്ടല്ലോ. കടലുമായി ബന്ധപ്പെട്ട സാങ്കല്പിക ജീവികളിൽ രണ്ടെണ്ണം, ഒന്ന് മെർമൈഡ്സ്, പിന്നെ ഒന്ന് ഗോഡ്സില്ല. ഈ രണ്ട് ജീവികളുമായിട്ട് വിദൂര സാമ്യമുള്ള എന്തെങ്കിലും ജീവികൾ കടലിൻ്റെ അടിയിലുണ്ടോ? മെർമെയ്ഡിൻ്റെ ഒരു പേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. മെർമെയ്ഡ് ഉപയോഗിക്കുന്നൊരു പേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്രാവുകളിടുന്ന മുട്ടയാണ്. ചില സ്രാവുകളിൽ, എല്ലാ സ്രാവുകളിലും മുട്ടയിടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കേസിനകത്താണ്. അത് നമ്മുടെ പേഴ്സ് പോലിരിക്കും. അതിന് 4 സൈഡിൽ 4 ഇത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാനുള്ള 4 സ്പ്രിങ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുമ്പോൾ അവർ പലപ്പോഴും ഇത് മെർമെയ്ഡിൻ്റെ പേഴ്സാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഈ അന്ധവിശ്വാസവും കഥകളും ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നേരത്തെ ഉള്ള ചില ഭാവനകളിൽ ചില സാധനങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കും.